ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. എഫ്രോക്ക് സ്റ്റോറി അവതരിപ്പിക്കുന്ന കഥയുടെ നാമം ചൂള. രചന അവതരണം ഫിറോസ് മാഡോൾ. പേര് ജഗന്നാഥൻ. വയസ്സ് 30. അവിവാഹിതൻ. ദേശം ശിവപുരം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പേരുകേട്ട നാട്. ദേശത്തെ ചെറുപ്പക്കാരിൽ കേമനായ യുവാവ്. ആരുടെ മുന്നിലും തലകുനിക്കാത്ത പ്രകൃതം. സൽസ്വഭാവി, പൊതുപ്രവർത്തകൻ. ഞാൻ സ്വയം പുകഴ്ത്തുന്നതാണെന്ന് വിചാരിക്കരുത്. നല്ലൊരു വ്യക്തിത്വത്തിനുടമ കൂടിയാണ് വിനീതനായ ഞാൻ. ഒരു കുഗ്രാമമാണ് എൻ്റേത്. ശിവപുരം എന്ന ദേശം. മൺതിട്ടകളും നെൽപ്പാടങ്ങളും കടവും ഒക്കെയുള്ള ഒരു പഴയ ഗ്രാമം. നിരപ്പലകയുള്ള പീടിക മുറികൾ, മുളങ്കാട്, കരിമ്പനകൾ, കുന്നുകളും കുറ്റിക്കാടുകളും. ചൂളക്കാട്. നിശബ്ദമായി ഒഴുകുന്ന മുള്ളംകൊല്ലിപ്പുഴ. വല്ലാത്ത മൂകരിതമായ അന്തരീക്ഷമാണ് ശിവപുരം. യക്ഷികൾ മുതൽ രക്ഷസ് വരെയുള്ള ദേശമെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ദുഷ്ടമന്ത്രവാദികൾ ആഭിചാരങ്ങൾ പിന്തുടരുന്ന ഒരു അപൂർവ ഗ്രാമം. ഗ്രാമത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ദേശത്തെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു പ്രവർത്തിക്കുന്നു. അന്നൊരു ഞായറാഴ്ച അടുത്ത ഗ്രാമത്തിൽ ഒരു സംഗീത കച്ചേരിയുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു. ഇടയ്ക്ക് അല്പം ജോലി കുറഞ്ഞു വരുമ്പോൾ സംഗീത കലാപരിപാടികളുമായി ദൂരദിക്കിലേക്ക് പോകാറുണ്ട്. പണി കുറയുമ്പോൾ അല്പം ദൂരെ ചെന്നും സുഹൃത്തുക്കൾ പരിപാടികൾക്ക് വിളിക്കാറുണ്ട്. പിന്നെ താൻ എന്തിനു മടിച്ചു നിൽക്കണം? അങ്ങനെ സ്വയം ചിന്തിച്ചുകൊണ്ടാണ് പോയത്. വീട്ടിൽ അമ്മ മാത്രമേയുള്ളൂ. അമ്മ ഒരുപാട് അകലെ പോകുന്നതിനൊന്നും സമ്മതിക്കില്ല. അമ്മയ്ക്ക് താൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. പ്രായം 30-നോടടുക്കുന്നു. അമ്മ ജീവിച്ച ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു. ഒരു വീടിൻ്റെ 4 ചുറ്റുമതിൽ കെട്ടിനുള്ളിൽ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ അപസർപ്പകഥകൾ കേട്ട്. പരിപാടി അവസാനിക്കുമ്പോൾ രാത്രി നേരം ഏറെ വൈകിയിരുന്നു. തിരികെ ശിവപുരത്തേക്ക് മടങ്ങാൻ വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല. പകരം ഒരു കാളവണ്ടി തരപ്പെട്ടു. വൈക്കോലുമായി എത്തി തിരികെ ശിവപുരത്തേക്ക് മടങ്ങുന്ന കാളവണ്ടി. കാളയെ തെളിക്കുന്നവൻ അറുമുഖച്ചാമി. എനിക്ക് മുൻ പരിചയമില്ലാത്ത ഒരു 60 വയസ്സുകാരൻ. കറുത്ത പ്രകൃതം. തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്നയാൾ. പരിപാടി കഴിഞ്ഞ് കാളവണ്ടിയിൽ മടങ്ങുമ്പോൾ കാളവണ്ടിക്കാരൻ അറുമുഖനുമായി സംസാരത്തിലേർപ്പെട്ടു. അപ്പോഴാണ് അയാളുടെ സംസാര ശൈലി ശ്രദ്ധിച്ചത്. മുമ്പെങ്ങും ശിവപുരത്ത് കണ്ടില്ലല്ലോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഞാൻ ഇന്ത ഊർക്ക് പുതുസ്. ശിവപുരത്തിന് തൊട്ടു മുമ്പുള്ള പുഴയുടെ തീരത്താണെന്ന്
അയാൾ പറഞ്ഞു. ഞാൻ പുഴയ്ക്ക് അക്കരെ ശിവപുരത്താണെന്ന് അയാളോടും പറഞ്ഞു. കാളയെ തെളിച്ചുകൊണ്ടിരുന്ന അറുമുഖച്ചാമി പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടലോടെ വണ്ടി നിർത്തി. അയാൾ പരിഭ്രമത്തോടെ തന്നെ തുറച്ചു നോക്കി. മകനെ, ഇപ്പോൾ ഇപ്പോൾ തന്നെ നേരം ഒത്തിരിയായി. കടവിലെത്തുമ്പോഴേക്കും അർദ്ധരാത്രിയാവും. അവിടുന്ന് പുഴ കടന്നുള്ള യാത്ര അത്ര പന്തിയല്ല. അല്പം ഗൗരവത്തിലാണ് അയാൾ അത് പറഞ്ഞത്. അറുമുഖച്ചാമിയുടെ മുഖത്ത് അപ്പോൾ എന്തോ ഒരു ആവലാതി പ്രകടമാകുന്നുണ്ടായിരുന്നു. മോൻ നേരം കെട്ട അസമയത്ത് ആ വഴി പോകേണ്ട. തീർത്തും ഒറ്റപ്പെട്ട പാതയാണത്. ആ വഴിയിൽ രാത്രി ഒറ്റ മനുഷ്യക്കുഞ്ഞു പോലും പോകാറില്ല. വീണ്ടും ഒരു മുന്നറിയിപ്പെന്ന ഭാവത്തിൽ അയാൾ പറഞ്ഞു. പക്ഷേ അറുമുഖച്ചാമിയുടെ ആ ഭീതിതമായ മുന്നറിയിപ്പിനെ ഞാൻ അവഗണിച്ചു. ഒരു പുരോഗമനവാദിയെയാണ് അയാൾ ഭയപ്പെടുത്തുന്നത്. അറുമുഖച്ചാമി എന്ന കാളവണ്ടിക്കാരന് ഉച്ചഭാവത്തോടെ മറുപടി കൊടുക്കാൻ തുനിഞ്ഞു. അണ്ണ, ഈ കാലത്തും ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ? ഇതുപോലുള്ള അപസർപ്പ കഥകൾ ശൂന്യതയിൽ നിന്നും വെറുതെ ഓരോന്നും രൂപപ്പെടുത്തല്ലേ. ഞാൻ ആ കാളവണ്ടിക്കാരൻ പറഞ്ഞതിനെ ഖണ്ഡിച്ചു. അയാൾ പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി വിനീതനായ ഞാൻ. അറുമുഖച്ചാമി സൗമ്യനായി പുഞ്ചിരിച്ചു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി മോന് തീരുമാനിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് പുഴ കടന്നു പോകുന്ന ആ ഒറ്റപ്പെട്ട പാതയിലുള്ള ചൂളയിൽ ഒരു സ്ത്രീ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ചിരുത എന്നാണ് ആ സ്ത്രീയുടെ പേര്. ഉന്നത കുലത്തിലെ ഒരു യുവാവിനെ പ്രണയിച്ചതാണ് ആ യുവതി ചെയ്ത കുറ്റം. ഇല്ലത്തെ തമ്പ്രാന്മാർ ചെയ്ത ക്രൂരത. ആ ചൂളയിൽ വെച്ച് പൈശാചികമായി തീ കൊളുത്തിക്കൊന്നു എന്നാണ് ഇക്കരെയുള്ളവർ വിശ്വസിക്കുന്നത്. പഴമക്കാർ പറഞ്ഞ അറിവാണ്. പിന്നീട് അന്നും ഇന്നും അസമയത്തും രാത്രി കാലങ്ങളിലും ആ വഴിയെ ആരും പോകാറില്ല. ആ സ്ത്രീയുടെ ആത്മാവ് നിഴലാലും യക്ഷിയാലും ആ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നും ചിലർ അത് കണ്ട് ഭയന്ന് കിടപ്പിലായി മരിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. കാളയെ പതിയെ തെളിച്ചു നീക്കുന്നതിനിടയിൽ അയാൾ ഗൗരവത്തിൽ ആ കാര്യം വിവരിച്ചു. ഒരു പഴങ്കഥ കേൾക്കുന്ന പോലെ ഞാൻ അയാളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഒരു റാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിൽ ആ കാളവണ്ടിയും ഒപ്പം ഞങ്ങളും മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഞങ്ങളുടെ ദേശത്തിൻ്റെ അതിർത്തി തൊട്ടു. ഇനി കൂടുതൽ സഞ്ചരിക്കേണ്ടതില്ല. 1 മൈൽ പിന്നിട്ടാൽ കടവിലെത്തും. അവിടുന്ന് വള്ളത്തിൽ പുഴ കടന്ന് അക്കരയെത്തണം. ശിവപുരത്തിൻ്റെ കരയിൽ. അങ്ങനെ അർദ്ധരാത്രി കാളവണ്ടിയുമായി ഒരുവിധം കടവിലെത്തി. ഞാൻ കാളവണ്ടിയിൽ നിന്നും മെല്ലെ പുറത്തിറങ്ങി.
അറുമുഖച്ചാമിയുടെ കയ്യിൽ വണ്ടിക്കൂലി ഏൽപ്പിച്ചു യാത്ര പറഞ്ഞു. മോന് ഈ അർദ്ധരാത്രി തന്നെ പോകണോ? നേരം വെളുത്തിട്ട് പോയാൽ പോരെ? ഒരിക്കൽ കൂടി കാളവണ്ടിക്കാരൻ അറുമുഖച്ചാമി പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഈ കാര്യത്തിൽ പൊതുവെ വലിയ വാശിയാണ് എനിക്ക്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ശിവപുരത്തെയും അയൽ ഗ്രാമത്തിലെയും ഗ്രാമവാസികൾ അന്ധവിശ്വാസത്തിലും അനാചാരങ്ങൾ പിന്തുടരുന്നതിലും ഏറെ മുന്നിലാണ്. ദേശവാസികളെ പ്രബുദ്ധരിച്ച് പുരോഗമന പാതയിൽ കൊണ്ടുവരണം എന്ന വലിയ ഉത്തരവാദിത്വത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ഗ്രാമവാസികളിൽ ചിലർക്കു മുമ്പിൽ ഞാനൊരു വീരപരിവേഷകനാണ്, ഒരു ദുഷ്ടമൂർത്തിയെയും ഭയക്കാത്തവൻ. ശിവപുരം എന്ന ഗ്രാമവും ചൂളക്കാടും അതിനെപ്പറ്റി ഓർമ്മ വെച്ച കാലം തൊട്ട് കേൾക്കുന്ന കഥകളാണ് ഇതൊക്കെ. അണ്ണൻ പോയിക്കോ, വീട്ടിൽ കുടുംബം കാത്തു നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഒറ്റയാനാണ്. അറുമുഖച്ചാമിയോട് ഒരു പരിഹാസഭാവത്തോടെ പറഞ്ഞുകൊണ്ട് പുഴക്കടവിലേക്ക് നീങ്ങി. രാത്രി കടവ് ശൂന്യമാണ്. പുഴയിലെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ഓളമിടുന്ന ശബ്ദം മാത്രം. നിലാവിൻ്റെ പാതിവെട്ടത്തിൽ കരയോട് ചേർത്തുകെട്ടിയ കൊച്ചുവള്ളം, അതിൽ പങ്കായവും. അത് തുഴഞ്ഞു വേണം അക്കരെ പിടിക്കാൻ. പകൽ കടത്തുകാരൻ ചേക്കുവുണ്ടാവും. സന്ധ്യ കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യക്കുഞ്ഞു പോലും കരയിലും കടവിലും ഉണ്ടാവില്ല. ചൂളക്കാടും പരിസരവും തന്നെ വില്ലൻ. ഞാൻ ഓർത്തുകൊണ്ട് കടവിലെ വള്ളം കെട്ടഴിച്ച് നീറ്റിലിറക്കി. എന്തൊരു ദേശവാസികൾ, പേടിത്തൊണ്ടന്മാർ. വള്ളം തുഴയുമ്പോൾ ഞാൻ സ്വയം ഇകഴ്ത്തി. വള്ളം പുഴ നീന്തി അക്കരക്കടവിലെത്തി. തൊടിയിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന തെങ്ങിൻ തോപ്പിനാൽ ആകാശത്തിലെ നിലാവിൻ്റെ വെട്ടം മറഞ്ഞുപോയിരിക്കുന്നു. അന്തരീക്ഷം ഇരുട്ടിനാൽ മൂടപ്പെട്ടിരിക്കുന്ന കാഴ്ച തനിക്ക് വിചിത്രമായ മൂകതയനുഭവപ്പെട്ടു. കടവിൽ നിന്നും തനിക്ക് പോകേണ്ട വഴികളിലൂടെ മെല്ലെ മുന്നോട്ട് ചുവടുകൾ വെച്ചു. പോകുന്ന വഴികളിൽ വല്ലാത്ത ശാന്തത. ഇടുങ്ങിയ പാതയുടെ ഇരുഭാഗങ്ങളിലും കരിമ്പനകൾ പടർന്നു കിടക്കുന്നു. ചെമ്പ്രയിലെ പഴയ പനന്തോട്ടത്തിൻ്റെ അരികിലുള്ള ഇടുങ്ങിയ പാതയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. ആ പാതയിലൂടെയുള്ള സഞ്ചാരപഥം എന്തോ പെട്ടെന്ന് എന്നിൽ ഭീതിതമായ മൂകത സൃഷ്ടിച്ചു. ചുവടുകൾക്കിടയിൽ നിന്നും കേട്ട ശ്വാസത്തിൻ്റെ നേർത്ത ശബ്ദം. അന്തരീക്ഷം നിശ്ചലമായിരിക്കുന്നു. ഒരു ഇല പോലും അനങ്ങുന്നില്ല. മൃഗീയമായ ശാന്തത. ഓരോ ചുവടിലും താൻ അറിയാതെ ഒരു ഒറ്റപ്പെടൽ തനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ലക്ഷ്യത്തിലേക്ക് ഒരു 1.5 കിലോമീറ്റർ നടക്കണം. ഊരുവഴിയാണ്. പകൽ സമയം തന്നെ ഈ പാതയിൽ സഞ്ചാരം കുറവാണ്. ശിവപുരത്തേക്കുള്ള ഈ ഈടുവഴിയാണ് ഈ പാത. കുറേ ദൂരം നടന്നപ്പോൾ ചൂളക്കാടിനരികിൽ എത്താറായി. നേരത്തെ കാളവണ്ടിക്കാരൻ പറഞ്ഞ ദുരൂഹമായ സ്ഥലം. ചുറ്റിലും കരിമ്പനകൾ ഇടതൂർന്ന് നിൽക്കുന്നു. അതിന് നടുവിലാണ് ചൂളക്കിണർ. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ചൂള. ഗ്രാമത്തിലെ പഴമക്കാർ പറയാറുണ്ട്, ആ ചൂളയിൽ വർഷങ്ങൾക്ക് മുമ്പ്
ഒരു സ്ത്രീ ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ആരും ആ വഴിക്ക് പോകാറില്ലെന്ന്. ഞാനൊരു പുരോഗമനവാദിയായതുകൊണ്ട് തന്നെ ഇത്തരം അപസർപ്പ കഥകൾ വിശ്വസിച്ചിരുന്നില്ല. എന്തോ ഇന്ന് ഈ നിമിഷം തൻ്റെ ഉള്ളം പിടയുന്ന അവസ്ഥ. ഒരുപക്ഷെ ഇപ്പോഴത്തെ അന്തരീക്ഷം, രാത്രി ഇരുട്ടിലെ ശൂന്യത, ഇതൊക്കെയായിരിക്കാം ഭയം പതിയെ ശരീരത്തിൽ കയറുന്നതുപോലെ. വല്ലാത്ത പേടി തോന്നി. ചുവടുകൾ മെല്ലെ മെല്ലെ മുന്നോട്ടെടുത്തു വെക്കുമ്പോഴും കാലുകൾക്ക് വല്ലാത്ത കുഴച്ചൽ. അപ്പോഴേക്കും ഏതാണ്ട് ചൂളക്കരികിൽ എത്തിയിരുന്നു. പെട്ടെന്ന് കയ്യിലെ ടോർച്ച് തനിയെ അണഞ്ഞുപോയി. വർഷങ്ങൾ പഴക്കമുള്ള, വിരലിലെണ്ണാവുന്നവരുടെ കൈകളിൽ മാത്രം ഉണ്ടായിരുന്ന പിത്തള ടോർച്ച്. അച്ഛൻ ഒരു ഭാഗവതർ ആയിരുന്നു. ഒരു കച്ചേരിക്ക് അച്ഛന് കിട്ടിയ സമ്മാനമായിരുന്നു ഈ ടോർച്ച്. ആ സമയം വരെ കത്തിക്കൊണ്ടിരുന്ന ടോർച്ച് പെട്ടെന്ന് അണഞ്ഞുപോയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആ സമയം ചൂളക്കാട്ടിൽ നിന്നും ഒരു ചൂളം വിളി ശബ്ദം. എന്താണൊരു അപശബ്ദം? ഞാൻ പരിഭ്രമിച്ചു. ആരാണ് ചൂളയിൽ? എൻ്റെ ഉള്ളിലെ വിറയാർന്ന ചോദ്യം. കയ്യിലെ ടോർച്ച് രണ്ട് കുലുക്കു കുലുക്കി ഞാൻ ചൂളക്കാട്ടിലേക്ക് ടോർച്ച് നീട്ടിത്തെളിച്ചു. ഇരുട്ടുമൂടപ്പെട്ട ചൂള. അപ്പോഴും നിശബ്ദത തളം കെട്ടിയ അവസ്ഥ. ചുവടുകൾ അല്പം കൂടി മുന്നോട്ടെടുത്തു വെച്ചു. ചൂളയിലേക്ക് തന്നെ തുറിച്ചു നോക്കി ഞാൻ. ചൂളയുടെ ഇരുട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ ഏങ്ങലുകൾ എൻ്റെ കാതുകളിൽ വന്നണഞ്ഞു. എൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഹൃദയം ഒന്ന് പിടഞ്ഞു. ആ ശബ്ദം കേട്ട് എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ വ്യക്തവുമാണ്. എൻ്റെ ശരീരമാസകലം വിറയൽ അനുഭവപ്പെടാൻ തുടങ്ങി. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ശൂന്യമായി കിടക്കുന്ന അവിടമാകെ ഞാൻ അതിശയത്തോടെ നോക്കി. ആരെയും കാണുവാനില്ല. ഇരുട്ടു മൂടപ്പെട്ട പാതയിൽ ഒരു വെട്ടവുമില്ലായിരുന്നു. ഞാൻ ആത്മധൈര്യം സംഭരിച്ചു. ഒരു പുരോഗമനവാദിക്ക് ഭയം ഒരിക്കലും ഭൂഷണമല്ല. ഞാൻ ചൂളയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, ആരാ? എന്തിനാ കരയുന്നേ? പക്ഷേ മറുപടിയൊന്നും ഉണ്ടായില്ല. ആ നിമിഷം ആ ഇരുട്ടിൽ നിഴൽ പോലെ ഒരു രൂപം ഞാൻ കണ്ടു. പനങ്കുല പോലെ മുടിയഴിച്ചിട്ട സ്ത്രീരൂപം. എൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാൻ തോന്നിയില്ല. പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. മുന്നോട്ടുള്ള കുതിപ്പിനിടയിൽ എൻ്റെ പിറകിൽ നിന്നും ആരോ തന്നെ പിന്തുടരുന്ന ശബ്ദം. പക്ഷേ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ എൻ്റെ പിടയുന്ന മനസ്സ് അനുവദിച്ചില്ല. പുരോഗമനവാദം പിന്തുടരുന്ന എൻ്റെ ഹൃദയത്തിനുള്ളിൽ അപ്പോൾ ഒരു ഈശ്വരനും കടന്നു വന്നില്ല. ആരെ വിളിക്കണം എന്ന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഇനി വിളിച്ചാൽ ഈ അർദ്ധരാത്രി ആര് വിളി കേൾക്കാൻ? ഭയം മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ വെപ്രാളത്തോടെ ഓടാൻ തുടങ്ങി. നിലം തൊടാതെയുള്ള ഓട്ടം. ആ ഓട്ടം പിന്നെ അവസാനിച്ചത് വീട്ടുപടിക്കലാണ്. റാന്തൽ വെട്ടത്തിൻ്റെ കീഴിൽ ഉമ്മറപ്പടിക്കൽ കണ്ണിമ വെട്ടാതെ ഭയപ്പാടോടുകൂടി തന്നെയും കാത്തിരിക്കുന്ന അമ്മ. വീട്ടിൽ അമ്മയോടൊപ്പം
അകത്ത് പ്രവേശിച്ചപ്പോഴായിരുന്നു ശ്വാസം നേരെ വിടാനായത്. പിറ്റേ ദിവസം പതിവ് പോലെ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നില്ല. നല്ല ക്ഷീണത്തോടെയുള്ള ഉറക്കം. പതിവ് തെറ്റിയ ഉറക്കം കണ്ടപ്പോൾ അമ്മ കട്ടിലിനരികിൽ വന്നു. എന്താ ഇന്ന് പതിവില്ലാത്ത ഉറക്കം? അമ്മ വെറുതെ നെറ്റിയിൽ തലോടി. ഹോ, നല്ല ചൂടുണ്ടല്ലോ. പനിയുണ്ടല്ലേ? എന്തുപറ്റി? ഇന്നലത്തെ അസമയത്തെ ആ വരവ് ധിക്കാരം ഇത്തിരി കൂടുന്നുണ്ട്. മുതിർന്നവരെയൊക്കെ ഒരു ബഹുമാനം ഇല്ലാണ്ടായി അല്ലേ? അമ്മ പിറുപിറുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുമായി അമ്മ തനിക്കരികിൽ എത്തിയപ്പോൾ ഇന്നലെ രാത്രി നടന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ അത് കേട്ട് ഒരുപാട് വഴക്കു പറഞ്ഞു. എന്തോ പുണ്യം ചെയ്ത കർമ്മഫലം കൊണ്ട് മാത്രമാണ് ഞാൻ യക്ഷിയിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് അമ്മയുടെ വാദം. ഞാൻ പിന്നീടൊരിക്കലും ആ ചൂളയുടെ പാതയിൽ കൂടി രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ തുനിഞ്ഞില്ല. എന്നാൽ എൻ്റെ പുരോഗമനപരമായ പ്രയാണത്തിന് കടിഞ്ഞാണിടാൻ ഈ സംഭവം ഒരു കാരണവുമായില്ല.